സങ്കല്പം കേവലം സിമെന്റും മെറ്റലും കരിങ്കല്ലും ചേർത്തുണ്ടാക്കുന്ന ഒരു കെട്ടിടമല്ല, മറിച്ച് സ്വപ്നങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും കൂടിച്ചേർത്തുണ്ടാക്കുന്ന ഒരു കൊട്ടാരമാണ്. ഒരു കണ്ടംപററി ഹോമിന്റെ എല്ലാ സൗകര്യങ്ങളും കൂട്ടിയിണക്കി ട്രഡീഷണൽ ശൈലിയിൽ ഒരു കൊച്ചു വീട്. എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് കോഴിപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് ബെസ്റ്റ് യൂട്ടിലിറ്റി ഹോം എന്ന കാറ്റഗറിയിലാണ് മത്സരിക്കുന്നത്. കേരളത്തിന്റെ ട്രഡീഷണൽ ശൈലിയും അതുപോലെ ഒരു കണ്ടംപററി ഹോമിന്റെ എല്ലാ സൗകര്യങ്ങളും കൂട്ടിയിണക്കി ഫ്യൂഷൻ സ്റ്റൈലുള്ള ഈ വീട് നിർമ്മിച്ചത് ദ എൻറോൺ ആർക്കിടെക്ട്സ് MD അഞ്ജു തോമസ് ആണ്. ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് കംപ്ലീറ്റ്ലി ഒരു ട്രഡീഷണൽ ഡിസൈനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒത്തിരി മോഡേൺ ആക്കാനും ഇതില്ലാന്ന് ഞങ്ങളൊരു ഫ്യൂഷനാണ് ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്ലോട്ടിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് 50 cents of land surrounded with lot of greenery ഒക്കെ ആയിട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലോട്ട്. അപ്പം ഇവിടെ അവരുടെ റിക്വയർമെൻറ്റ് വെച്ച് അവർക്ക് 4 ബെഡ്റൂംസും പിന്നെ യുവർ ബേസിക് ലിവിങ്, ഡൈനിങ്, ഡ്രോയിങ്, പിന്നെ ഒരു ഹോം തിയേറ്റർ ആൻഡ് ഓപ്പൺ കിച്ചൺ ആയിരുന്നു നമ്മളിവിടെ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഫുൾഫിൽ ചെയ്തെന്ന് വെച്ചാൽ ഇത് 2 ഫ്ലോറിലായിട്ട് നമ്മളതിനെ അക്കോമഡേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളെങ്ങനെ അച്ചീവ് എന്ന് വെച്ചാൽ സ്ലോപ്ഡ് റൂഫും അതിൽ കുറച്ച് പെർഗോല വിത്ത് ഗ്ലാസും കുറച്ച് സ്റ്റോൺ ക്ലാഡിംഗ് ഒക്കെ ആയിട്ട് അവരുടെ ആ റിക്വയർമെൻറ്റിനെ ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചു. ഈ വീടിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്രോച്ച് റോഡിൽ നിന്ന് ആ മെയിൻ ഗേറ്റ് തുറന്ന് ആ പേയ്മെൻറ്റ് അങ്ങനെ നമ്മൾ ഡയറക്റ്റ്ലി ഇറ്റ് ടേക്സ് us ടു ദ കാർ പോർച്ച്. അവിടെ നമ്മൾ വേറൊരു പേയ്മെൻറ്റ് ഡൈവേർട്ട് ചെയ്തിരിക്കുന്ന കിച്ചണിലെ ബാക്ക് സൈഡിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി ആ പേയ്മെൻറ്റ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു. പ്ലോട്ട് കുറേ മാക്സിമം നമ്മൾ ഫ്രണ്ടിലേക്കാണ് ലാൻഡ്സ്കേപ്പിംഗ് കൂടുതൽ നമ്മൾ എടുത്തിരിക്കുന്നത്. വീട് കുറച്ച് ബാക്കിലേക്ക് വെച്ചാൽ അവർ ദേ ഹാവ് എ സ്പേസ് ഫോർ വെജിറ്റബിൾ ഗാർഡനും പിന്നെ ഒരു കൊച്ചു കിണറൊക്കെ ആയിട്ട് പുറയിൽ നല്ല സ്പേസ് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനും ചെടികളെ പരിപാലിക്കാനുമായി വലിയൊരു മുറ്റം വേണം. അങ്ങനെയാണ് വിശാലമായ ഒരു ലാൻഡ്സ്കേപ്പും അതിൻ്റെ നടുവിലായ ഒരു ബാഡ്മിൻ്റൺ കോർട്ടും എന്ന കൺസെപ്റ്റിലേക്ക് ആർക്കിടെക്ട് എത്തിയത്. ഈ ലാൻഡ്സ്കേപ്പിനോട് യോജിക്കുന്ന രീതിയിൽ ഒരു ഗ്രീനിഷ് ക്ലാഡിങ്ങും അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വുഡൻ പ്രൊജക്ഷൻസും വീടിന് കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ഫോയർ സ്പേസ് ആണ് ഒരുക്കിയിട്ടുള്ളത്. ഈ ഫോയർ സ്പേസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഫോർമൽ ലിവിങ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. ശരിക്കും വീട്ടിലേക്ക് കടന്നു വരുന്ന ഗസ്റ്റിനെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ ഒരു ഏരിയ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഇവിടുന്ന് മറ്റ് റൂംസുമായിട്ട് ഒരു ഡയറക്റ്റ് ആക്സസും കൊടുത്തിട്ടില്ല. ഈ ഫോയർ സ്പേസിൽ നിന്നും ഒരു ലോങ് കോറിഡോർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
ഈ കോറിഡോറിൻ്റെ റൈറ്റ് പോർഷനിലായിട്ട് ഒരു ഇൻഫോർമൽ ലിവിങ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഈ ഇൻഫോർമൽ ഏരിയയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ കോറിഡോറിൽ നിന്നും കുറച്ച് താഴെയായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഫേർണിച്ചേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഏരിയയിൽ നിന്നും ഇന്റേണൽ കോർട്ട്യാർഡിലേക്ക് ഒരു ആക്സസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കോറിഡോറിൽ നിന്നും പുറത്തേക്ക് ഒരു ആക്സസ് കൊടുത്തിട്ടുണ്ട്. വേറൊരു യുണീക്നെസ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രോയിങ് റൂമിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഒരു യു കെൻ സേ ഒരു കോർട്ട്യാർഡ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോറിഡോറിൽ നിന്നും അതേ സ്പേസിൽ നിന്ന് ഒരു കോറിഡോറിൻ്റെ ബാക്കിലിട്ട് ഒരു ബ്യൂട്ടിഫുൾ കോർട്ട്യാർഡ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ചെയറും ടേബിളൊക്കെ ഇട്ട് ഒരു കോഫി ടേബിളൊക്കെ ഇട്ട് ആക്ച്വലി വൈകുന്നേരം സമയത്തിൽ അവിടെ പോയിരിക്കുകയും ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അല്ലെ പിള്ളേർക്കാണെങ്കിലും കളിക്കാനോ അങ്ങനെ ഒരു സ്പേസ് ആണ്. സോ വി ഗിവൻ സം പെർഗോളാസ്, അവിടെ ഗ്ലാസ് ടഫൻ ഗ്ലാസിൻ്റെ ഒരു റൂഫൊക്കെ കൊടുത്ത് സോ ദാറ്റ് മഴ വന്നാലും നമുക്കത് ഡിസ്റ്റർബ്ഡ് ആവുന്നില്ല. ഒരു വലിയ സ്പേസിനെ 3 പോർഷൻസ് ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഫാമിലി ലിവിങ് ഏരിയ, ഒരു ഡൈനിങ് ഏരിയ, അതേപോലെ തന്നെ ഒരു ഓപ്പൺ കിച്ചൺ ഏരിയ. ഈ ഫാമിലി ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയനെയും തമ്മിൽ പാർട്ടീഷൻ ചെയ്യാനായിട്ട് ഒരു വുഡൻ പാർട്ടീഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ലാക്രോൺ വുഡും വിനയർ ഒരു കോമ്പിനേഷനാണ് അതിനുവേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഡൈനിങ് ഏരിയയും കിച്ചണും ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വളരെ വ്യത്യസ്തമായ ഒരു ആംബിയൻസ് ആണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഒരു മിൽക്കി വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് ഇവിടെ മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയുടെ വാളിൽ നിന്നും ഒരു പാനലിംഗ് സീലിംഗിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ടെക്സ്ചർ ഫിനിഷിങ്ങും അതേപോലെ തന്നെ കോവ് ലൈറ്റ്സും യൂസ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വാഷ് ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെബിൾ ബെഡും ഗ്രാനൈറ്റ് കോമ്പിനേഷനുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടെ ഈ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കലിംഗ സ്റ്റോൺസ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കിച്ചൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ യെല്ലോ വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ്. അതുപോലെ ഒരു കലിംഗ ടോപ്പിൽ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്.